കൊല്ലം കൊട്ടാരക്കരയിൽ വെറ്റിലകൾക്ക് വില കിട്ടാതായതോടെ കർഷകർ വെറ്റിലയിൽ ഡീസൽ ഒഴിച്ച് പ്രതിഷേധിച്ചു. കൊട്ടാരക്കര കലയപുരം ചന്തയിൽ വെച്ചായിരുന്നു പ്രതിഷേധം. ഒരു ഒറ്റ ഇല എടുത്തിട്ട് ചുണ്ണാമ്പ് വെച്ചാൽ വില 10. നാളെ ബുധനാഴ്ച മുതൽ അടുത്ത ചൊവ്വാഴ്ച ഈ സമയം വരെ ഞങ്ങൾ കഷ്ടപ്പെടണം. നാളെ മുതൽ അടുത്ത ഒരാഴ്ചത്തെ മുതലാണ്. വെറ്റിലകൾക്ക് വിപണിയിൽ വിലയില്ലാതായതോടെയാണ് വെറ്റില കർഷകർ കടുത്ത പ്രതിസന്ധിയിലായത്. പണിമുടക്ക് വന്നതോടെ കഴിഞ്ഞ ദിവസം കലയപുരം ചന്തയിൽ വിൽപ്പനക്കായി കൊണ്ടുവന്ന വെറ്റിലകൾക്ക് ഒരു കെട്ടിന് 10 രൂപ വിലയിട്ടതാണ് കർഷകരെ പ്രകോപിപ്പിച്ചത്. വിപണിയിൽ 80 മുതൽ 100 വരെ വിലയുള്ള വെറ്റിലക്ക് വില കുറച്ച് പറഞ്ഞതോടെ കർഷകർ സംഘടിച്ച് വെറ്റിലകളിൽ ഡീസൽ ഒഴിച്ച് പ്രതിഷേധിച്ചു. ഒരു കെട്ട് വെറ്റയെന്ന് പറഞ്ഞാൽ 80 വെറ്റയാണ്. ഇത് ഏണിയെ കയറി എടുക്കാൻ പറ്റും. ഇത് എടുത്ത് മൊത്തം ഞുള്ളി പറിച്ച് കൊണ്ടുവന്ന് അടുക്കി കെട്ടി ഇത് വെള്ളത്തിൽ മുക്കി ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ മാത്രമേ നമുക്ക് പൈസ കിട്ടൂ. എന്നിട്ട് നമുക്ക് അത്രത്തോളം അധ്വാനമുണ്ട്. എന്നുവെച്ചാൽ 100 കെട്ട് വെറ്റ ചെയ്യണമെങ്കിൽ 2 ദിവസത്തെ പണിയാണ്. 2 ദിവസം നമ്മൾ കഠിനമായി അധ്വാനിച്ചാൽ മാത്രമേ 100 കെട്ട് വെറ്റ നമുക്ക് അടുക്കി കെട്ടി കൊണ്ടുവരും. അത് കൊണ്ടുവന്ന് 100 കെട്ട് വെറ്റ ഇവിടെ കൊണ്ടുവരുമ്പോൾ നമുക്ക് 1000 രൂപ നമുക്ക് ഒന്നും ചെയ്യാൻ ഈ ഒരു കാലഘട്ടത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കുളക്കട, മൈലം, പട്ടാഴി, തലവൂർ എന്നിവിടങ്ങളിലുള്ള നിരവധി കർഷകരാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. 150-ൽ പരം കർഷകരുടെ 1700ഓളം വരുന്ന വെറ്റിലക്കെട്ടുകളാണ് ഡീസൽ ഒഴിച്ച് നശിപ്പിച്ചു കളഞ്ഞത്. ആഴ്ചയിൽ എല്ലാ ദിവസവും വളമിടണം. ഇന്ന് വളം വാങ്ങിക്കാൻ കൊണ്ട് സഞ്ചി കൊണ്ടാവുന്നേ, വീട്ടിലേക്ക് സാധനം വാങ്ങിക്കാൻ സഞ്ചി കൊണ്ടുവന്നേ, ഒന്നുമില്ലാതെ കൃഷി ചെയ്യാനുള്ള ഗതിയാണ് ഞങ്ങൾക്ക്. എല്ലാവരും അങ്ങനെ കാരണം ആരെങ്കിലും ഞാൻ അപ്പുറത്തെ കടയിൽ കയറി ഞാൻ കുഞ്ഞിന് 4 ഉഴുന്നോടെ വാങ്ങിച്ചു. കടമാ ഒരു മാർഗമല്ലേ ഞങ്ങൾക്ക്. ഇനി നാളെ എന്ത് ചെയ്യാന്നുള്ളത് ദൈവത്തിനറിയാം. വെറ്റിലയുടെ ഉപഭോഗം കുറഞ്ഞ സാഹചര്യത്തിൽ വേണ്ട സാങ്കേതിക സഹായമൊരുക്കിയും വില പുതുക്കി നിർണയിച്ചും വെറ്റില കർഷകരെ സഹായിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് കർഷക സംഘടനകളുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.